ഓരോ കാലഘട്ടങ്ങളിൽ സിനിമാ മേഖലയിൽ മികച്ച പ്രതിഭകൾ കടന്നുവരാറുണ്ട്. അവർ സിനിമയിൽ സമൂലമായ മാറ്റത്തിന് കാരണമാകാറുമുണ്ട്. 1970കളിൽ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന പ്രതിഭയാണ് ശ്രീ കലൂർ ഡെന്നീസ്. സിനിമാ പ്രസിദ്ധീകരണങ്ങളിലും ആനുകാലികങ്ങളിലും ലേഖനങ്ങളും കഥകളും എഴുതിയാണ് എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നുവരുന്നത്. ആനുകാലികങ്ങളിൽ പ്രവർത്തിക്കുന്നതിനൊപ്പം നാടകരംഗത്തും സജീവമായിരുന്നു. സിനിമയോടുള്ള അഭിനിവേശമാണ് അദ്ദേഹത്തെ ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിക്കുന്നത്. അനുഭവങ്ങളെ നന്ദി എന്ന ഐ.വി. ശശി ചിത്രത്തിന് കഥ എഴുതിക്കൊണ്ടാണ് ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവരുന്നത്. വയൽ എന്ന ചിത്രത്തിനാണ് ആദ്യമായി തിരക്കഥ എഴുതുന്നത്. ജോഷിക്ക് വേണ്ടി എഴുതിയ രക്തം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായതോടെ ജോഷി കലൂർ ഡെന്നീസ് എന്ന മികച്ച കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് ലഭിച്ചു. 80കളിലും 90കളിലും നിരവധി സിനിമകൾക്ക് തിരക്കഥയൊരുക്കി. മികച്ച കുടുംബ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. മലയാളത്തിലെ മാറിയ ട്രെൻഡിനൊപ്പം തമാശ പടങ്ങൾക്കും ശ്രീ ഡെന്നീസ് തിരക്കഥ രചിച്ചു. വില്ലൻ വേഷങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന ബാബു ആന്റണി നായക പരിവേഷം ലഭിച്ചത് കലൂർ ഡെന്നീസിൻ്റെ തിരക്കഥകളിലൂടെയാണ്. ജഗദീഷ്, സിദ്ദിഖ് എന്നിവരും നായകനിരയിലേക്ക് എത്തിയതും ശ്രീ കലൂർ ഡെന്നീസിൻ്റെ തിരക്കഥകളിലൂടെയാണ്. സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ മാക്ട ഫെഡറേഷൻ രൂപീകൃതമായത് ശ്രീ കലൂർ ഡെന്നീസിൻ്റെ ശ്രമഫലമായാണ്. മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ തിരക്കഥാകൃത്താണ് ശ്രീ കലൂർ ഡെന്നീസ്.